ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളൊരു ഡെവലപ്പറോ പ്രൊജക്ട് മാനേജറോ സോഫ്റ്റ്വെയർ ക്രിയേഷനെ കുറിച്ചിട്ട് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവരോ ആകട്ടെ, നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് SRS ഡോക്യുമെൻ്റ് എന്നത്. നമ്മൾ മുന്നേ ചെയ്തിട്ടില്ല സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, അതുപോലെ സോഫ്റ്റ്വെയർ ക്വാളിറ്റി എന്നിവയിലെല്ലാത്തിലും നമ്മൾ SRS ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് SRS ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് SRS ഡോക്യുമെൻ്റ് എന്താണെന്ന് നോക്കാം, പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് SRS ഡോക്യുമെൻ്റ് അഥവാ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡിസ്ക്രിപ്ഷനും അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് SRS ഡോക്യുമെൻ്റ് എന്നത്. ഇതിൽ ക്ലയൻസുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്, നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്നിവയെല്ലാം ഒരു ഫോർമൽ ഡോക്യുമെൻ്റ് ആക്കി ക്രിയേറ്റ് ചെയ്യുന്നതാണ് SRS ഡോക്യുമെന്റ്. ഇതൊരു സോഫ്റ്റ്വെയറിന്റെ ബ്ലൂ പ്രിന്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ എത്ര നന്നായിട്ട് പെർഫോം ചെയ്യണം, എന്തൊക്കെ വരണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്റ്റുഡൻറ് മാനേജ്മെന്റ് സിസ്റ്റം എന്നൊരു ആപ്ലിക്കേഷൻ എടുക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള ഫുൾ ഫീച്ചേഴ്സ്, അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഒരു ഡോക്യുമെന്റ് ആക്കിയിട്ട് എഴുതി വെക്കുന്നതിനെയാണ് SRS ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. SRS ഡോക്യുമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള യൂസേഴ്സ് എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സ് ടീം, ടെസ്റ്റേഴ്സ് ടീം, അതുപോലെ ക്ലയൻസ്, ടെക്നിക്കൽ റൈറ്റേഴ്സ് എന്നിവരാണ്. ഇനി നമുക്ക് SRS ഡോക്യുമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നതാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ക്ലയൻസും ഡെവലപ്പേഴ്സും അതുപോലെ ടെസ്റ്റിംഗ് ടീം ഇവർക്കിടയിൽ ഒരു ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ SRS ഡോക്യുമെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് റിസ്ക് മിറ്റിഗേഷൻ എന്നതാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇഷ്യൂസ് അതുപോലെ റിസ്കുകൾ ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ഡോക്യുമെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈം ആൻഡ് കോസ്റ്റ് സേവിങ് എന്നുള്ളതാണ്. വെൽ റിട്ടൺ ആയിട്ടുള്ള SRS ഡോക്യുമെന്റ് റീവർക്സും അതുപോലെ ഡിലേകളൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ ടൈമും കോസ്റ്റും കുറയും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നെക്സ്റ്റ് ക്വാളിറ്റി അഷുറൻസ് ആണ്. നല്ലൊരു SRS ഡോക്യുമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെസ്റ്റേഴ്സിന് ഇതൊരു ബേസ് ലൈൻ ആയിട്ട് എടുത്തിട്ട് ഇതിന്റെ ക്വാളിറ്റി കൺട്രോൾ അതുപോലെ ടെസ്റ്റിംഗ് ഒക്കെ ഏറ്റവും ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ലീഗൽ ഡോക്യുമെന്റേഷൻ ആണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് SRS ഡോക്യുമെന്റിന്റെ സ്ട്രക്ചർ എന്താണെന്നാണ്. അപ്പോൾ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെയിനായിട്ട് ഇതിന്റെ സ്ട്രക്ചറിൽ 4 പാർട്ടുകളായിട്ടാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ പാർട്ടാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളാണ് പർപ്പസ്, ഇന്റൻഡഡ് ഓഡിയൻസ്, സ്കോപ്പ്, ഡെഫിനിഷൻ ആൻഡ് റഫറൻസസ്. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കോളേജ് മാനേജ്മെന്റ് സിസ്റ്റം എന്നൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കോളേജിലുള്ള സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ഇവരെയൊക്കെ ആഡ് ചെയ്യുക, പുതിയത് വന്ന സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുക, അവരുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുക, അതെല്ലാം സേവ് ചെയ്ത് വെക്കുക, റീഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ആ ഒരു പ്രൊജക്റ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻറ്റൻഡഡ് ഓഡിയൻസ് എന്നുള്ളതാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആളുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ഒരു കോളേജ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കേസ് ആണെങ്കിൽ തന്നെ അത് യൂസ് ചെയ്യുന്നത് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, HOD, പ്രിൻസിപ്പൾ ഇവരൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇൻറ്റൻഡഡ് ഓഡിയൻസിൽ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി സ്കോപ്പാണ്. സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ ഭാവിയിൽ കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും അല്ലേ. ഇപ്പോൾ കോളേജ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറിൽ തന്നെ ഭാവിയിൽ നമുക്ക് യൂണിവേഴ്സിറ്റികളെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഭാവിയിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ഫീച്ചേഴ്സിനെ നോട്ട് ചെയ്ത് വെക്കുന്ന ഭാഗമാണിത്. നെക്സ്റ്റ് ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞ ഒരു SRS ഡോക്യുമെൻറ്റിൽ ടെക്നിക്കലായിട്ടുള്ള കുറേ ടേംസ് ഉണ്ടായിരിക്കും അല്ലേ. ഇത് ക്ലയൻസിനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോ ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അബ്രിവേഷൻസും കാര്യങ്ങളും എഴുതി കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് HOD എന്നായിരിക്കും നമ്മൾ ടെക്നിക്കൽ ഡോക്യുമെൻറ്റിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് നമ്മൾ ഡെഫിനിഷനിൽ എഴുതി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന അബ്രിവേഷൻസിനെയാണ് നമ്മൾ ഡെഫിനിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് റഫറൻസസ് ആണ്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ റഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോളേജ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ പല കോളേജസിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ പറ്റും, നമ്മുടെ അവരേനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ടെക്നോളജീസ് അല്ലെങ്കിൽ എന്തൊക്കെ ന്യൂ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റഫറൻസിൽ നമ്മൾ എഴുതുന്നത്. SRS ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചറിൽ ഇൻട്രൊഡക്ഷൻ
കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന നെക്സ്റ്റ് പാർട്ടാണ് ഓവറോൾ ഡിസ്ക്രിപ്ഷൻ. ഓവറോൾ ഡിസ്ക്രിപ്ഷന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസ്, സിസ്റ്റം ഇന്റർഫേസ്, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ റിക്വയർമെന്റ്, കൺസ്ട്രെയിൻസ് ആൻഡ് യൂസർ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നോക്കാം. യൂസർ ഇന്റർഫേസിൽ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷന്റെ ഫ്രണ്ട് വ്യൂവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു സോഫ്റ്റ്വെയറിൽ സ്റ്റുഡൻസിന് വേറൊരു യൂസർ ഇന്റർഫേസ് ആയിരിക്കും, ടീച്ചേഴ്സിന് വേറൊരു ഇന്റർഫേസ് ആയിരിക്കും, അതുപോലെ HODക്ക് വേറൊരു ഇന്റർഫേസ് ആയിരിക്കും. ഇങ്ങനെ പലതരം ആളുകൾക്ക് പലതരം യൂസർ ഇന്റർഫേസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുന്ന ഭാഗമാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇനി സിസ്റ്റം ഇന്റർഫേസ് എന്ന് പറഞ്ഞ ഭാഗത്തിൽ ഏത് ടൈപ്പ് സർവേഴ്സ് ആണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നത് എന്നാണ്. അതായത് അപ്പാച്ചി ആയിരിക്കും, HTTP സെർവർ ആയിരിക്കും, ഇങ്ങനെയുള്ള സർവേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മെൻഷൻ ചെയ്യുന്ന ഭാഗമാണ് സിസ്റ്റം ഇന്റർഫേസ്. ഇനി സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് ആണ്. ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസ്, അതിന്റെ ലാംഗ്വേജസ്, നിങ്ങൾ ഫ്രണ്ട് എൻഡിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസ്, ബാക്ക് എൻഡിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസ്, ഡാറ്റാബേസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റിൽ ഉൾപ്പെടുന്നത്. അതുപോലെ ഹാർഡ്വെയർ റിക്വയർമെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിന്റെ സ്റ്റോറേജ് ഡീറ്റെയിൽസ്, മെമ്മറി മാനേജ്മെന്റ് ഡീറ്റെയിൽസ്, അതുപോലെ OSന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിനാണ് നമ്മൾ ഹാർഡ്വെയർ റിക്വയർമെന്റിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില യൂസേഴ്സിൻ്റെ കുറേ പരിമിതികൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, കോളേജ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ സ്റ്റുഡൻസിന് ആക്സസ് ഉണ്ട്. പക്ഷേ സ്റ്റുഡൻസിന് അവരുടെ മാർക്ക് തിരുത്താനോ അല്ലെങ്കിൽ അറ്റൻഡൻസ് മോഡിഫൈ ചെയ്യാനോ ഒന്നുമുള്ള പെർമിഷൻസ് ഇല്ല. ഇതൊക്കെ ടീച്ചേഴ്സിന് മാത്രമായിരിക്കും ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള യൂസേഴ്സിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറയുന്ന ഭാഗമാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് യൂസർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിൽ ആ ഒരു സോഫ്റ്റ്വെയർ ആരൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അവരുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊഫൈൽ ആണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത്. SRS ഡോക്യുമെന്റിന്റെ സ്ട്രക്ചറിലെ ഇൻട്രൊഡക്ഷൻ, ഓവറോൾ ഡിസ്ക്രിപ്ഷൻ, ഇത് കഴിഞ്ഞിട്ട് വരുന്ന സ്ട്രക്ചറാണ് സിസ്റ്റം ഫീച്ചർ ആൻഡ് റിക്വയർമെന്റ്സ്. ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ റിക്വയർമെന്റ്സ്, യൂസ് കേസസ് ഓർ സീക്വൻസ് ഡയഗ്രാംസ്, എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റ്, ഡാറ്റാബേസ് റിക്വയർമെന്റ്, നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ് എന്നിവയാണ്. ഫങ്ഷണൽ റിക്വയർമെന്റ്സിൽ മെയിൻ ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ എന്തൊക്കെ ചെയ്യണം എന്നതാണ് ഉൾപ്പെടുന്നത്. അതായത് അതിൻ്റെ ഫീച്ചേഴ്സ്, റിക്വയർമെൻറ്റ്സ്, പ്രോസസ്സ്, ബിസിനസ് റൂൾസ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കുന്ന ഭാഗമാണിത്. നെക്സ്റ്റ് യൂസ് കേസ് ഓർ സീക്വൻസ് ഡയഗ്രം ആണ്. ഇതിൽ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക ഓരോ പ്രോസസ്സുകളും. അപ്പോൾ ഇത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ കാണിക്കുന്ന ഭാഗമാണ് യൂസ് കേസ് ഡയഗ്രം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കോളേജ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആപ്ലിക്കേഷനിൽ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ പേജിൻ്റെ ഇൻഫോർമേഷൻസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതിൽ തന്നെ സൈൻ അപ്പ് ചെയ്യാനുള്ള പേജ് ഉണ്ടായിരിക്കും, സൈൻ ഇൻ ചെയ്യാനുള്ള പേജ് ഉണ്ടായിരിക്കും. പിന്നെ അത് ലോഗിൻ പേജ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോണത് ഹോം പേജിലേക്ക് ആയിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മൊത്തത്തിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ കാണിക്കണം എന്നുള്ള ഭാഗമാണിത്. അടുത്തത് എക്സ്റ്റേണൽ ഇൻ്റർഫേസ് റിക്വയർമെൻ്റ് ആണ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ എക്സ്റ്റേണൽ ആയിട്ട് വേറെ ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആണ് ഇതിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കോളേജ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിലിപ്പോൾ സ്റ്റുഡൻസിന് ഫീ അടയ്ക്കുന്ന ഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ ഫീ അടയ്ക്കുമ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് പോണത് ഏതെങ്കിലും ഒരു ബാങ്കിന്റെ സൈറ്റിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ നമ്പറിലേക്കോ ഒക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഒരു വേറെ എക്സ്റ്റേണൽ ആപ്പുകളും അതിൽ യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ആപ്പുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഡാറ്റാബേസ് റിക്വയർമെന്റ് ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷനിലത്തെ ഡാറ്റാബേസ് എന്താണ്, അതിന്റെ ഫീൽഡുകൾ എന്താണ്, അതിൽ വരുന്ന ടേബിൾസ് ഏതൊക്കെയാണ്, അവർ തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ഡാറ്റാബേസ് റിക്വയർമെന്റിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ് ആണ്. ഒരു ആപ്ലിക്കേഷൻ മികച്ചതായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ട സ്പീഡ്, എഫിഷ്യൻസി, ഡാറ്റ പ്രൊട്ടക്ഷൻ, ഈസ് ഓഫ് യൂസ്, എറർ ഹാൻഡ്ലിംഗ്, മെയിൻറ്റെയിനബിലിറ്റി എന്നീ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ഡെലിവർ ഫോർ അപ്രൂവൽ ആണ്. ഇതുവരെ ചെയ്ത ഭാഗങ്ങൾ കംപ്ലീറ്റും ആക്യുറേറ്റും ആണ്. ഇത് ക്ലയൻസിന് റിവ്യൂ ചെയ്യാനും അവരുടെ ഒരു ഫോർമൽ അപ്രൂവൽ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഭാഗമാണ്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ് ഫുള്ളും വായിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഫീഡ്ബാക്കോ അവരുടേതായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗങ്ങളും ഇതിൽ രേഖപ്പെടുത്താനായിട്ട് പറ്റും. ഇന്ന് നമ്മൾ നോക്കിയത് SRS ഡോക്യുമെന്റിനെ കുറിച്ചിട്ടാണ്. ഒരു കമ്പനി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ കമ്പനികളും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് SRS ഡോക്യുമെന്റ് എന്നുള്ളത്. അപ്പോൾ ഇതെന്താണെന്നും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ഇപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.